ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് ഉണ്ട്. സ്പെഷ്യലി നിങ്ങൾ ഈ സമയം നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ സെൽഫായിട്ട് ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള മെസ്സേജാണ്. യു മസ്റ്റ് വാച്ച് ദിസ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ കണ്ടുപിടിച്ചതാണ് ബിക്കോസ് ഇത് നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ ഈ സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോയിട്ടുള്ള ചില സാഹചര്യം, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഓർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ ഒരുപാട് അറിയപ്പെടുത്താൻ ഉള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈ വീഡിയോ കാണുന്ന ആളുകൾ ഐ എം ഷുവർ ദാറ്റ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊക്കെ അറിയപ്പെടേണ്ടതായിട്ടുള്ള ആളുകളാണ്. വെരി നിയറസ്റ്റ് ഫ്യൂച്ചർ. ഓക്കെ, ഈ സമയം എങ്ങനെ പോകുന്നു, ഈ സമയം നിങ്ങളുടെ ലൈഫ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം എത്ര പോയിട്ടുണ്ട്, നിങ്ങളുടെ ഏജ് എത്രയാണ്, നിങ്ങൾ വളരെ യങ് ആയിട്ടുള്ള ആളുകളോ നിങ്ങൾ പ്രായമുള്ള ആളുകളോ എന്തോ ആയിക്കോട്ടെ, ഇത് നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷനാണ്. വെരി നിയറസ്റ്റ് ഫ്യൂച്ചർ ഈ കാര്യങ്ങൾ, അതായത് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് പ്രശസ്തിയിലെത്തിക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് അറിയപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാവാൻ ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ ഏരിയാസിലാണ് നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. സോ ഡെഫിനറ്റ്ലി ആളുകൾ നിങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ ഉറച്ച തീരുമാനങ്ങളാണ്, നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് അത് ഇനീഷ്യലി ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിന്ന് നിങ്ങൾ അതിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി മറ്റുള്ള ആളുകൾക്ക് വളരെ അതിശയമായിട്ട് തോന്നുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു കാര്യമായിരിക്കാം ഈ സമയം നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ ഒന്നുകിൽ നിങ്ങളെ റീബിൽഡ് ചെയ്യുന്നതായിരിക്കാം, ഓർ മൊത്തത്തിലൊരു അഴിച്ചുപണി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ അതിൽ വളരെ ഉറച്ചു നിൽക്കുന്നുണ്ട്, ഉറച്ച തീരുമാനങ്ങളും ഉറച്ച ആക്ഷനും വരുന്നുണ്ട് ചില ആളുകൾക്ക്, അല്ലെ? സോ അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നവർ പോലും, ഈ സമയത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തവർ പോലും ഒരു ടൈമിൽ നിങ്ങൾ വളരെ വാഴ്ത്തി പാടുന്ന ഒരു ടൈം ഉണ്ടായിരിക്കണം. നിങ്ങൾ പുകഴ്ത്തി പറയുക, നിങ്ങൾ ഇൻസ്പയർ ചെയ്യുക നിങ്ങൾ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ. ഓക്കെ, സോ അത് ചില ആളുകൾക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ വളരെ ഉറച്ച തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ഗ്രേറ്റ് സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റേജിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. സോ പ്രോബബ്ലി നിങ്ങൾ ഒരു പൊസിഷനിലാണ്, എവിടെയാണോ നിങ്ങൾ ഇനി നിങ്ങളുടെ പേർപ്പസ് എന്താണ്, നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു മേജർ ഇവന്റിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് എവിടെയാണ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ വന്ന് നിൽക്കുന്നത്. റൈറ്റ്, സോ അവിടെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കാം, പല അവസ്ഥയിൽ കൂടെ പോകുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ സാധിക്കാത്ത പല മൊമെന്റ്സും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് സാഹചര്യങ്ങളും നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. റൈറ്റ്, നിങ്ങളുടെ ലൈഫിനെ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ചില ആളുകൾ അങ്ങനത്തെ പ്ലേസിൽ നിന്നാണ് നിങ്ങൾ ഇതുപോലത്തെ മാറ്റത്തിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ ഒന്നിൽ കൂടുതൽ തവണയൊക്കെ ശ്രമിച്ചിട്ട് നിങ്ങൾക്കത് വർക്ക് ആയിട്ടുണ്ടാവില്ല. റൈറ്റ്, ഒരു പാറ്റേണിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കണം, അല്ലെ? അത് പഠിക്കുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യമായിരിക്കാം. ചില ആളുകൾക്ക് ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളുടെ അടുത്ത് നിങ്ങൾക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് വിചാരിച്ച് ഇനി നിങ്ങളൊരു നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പാടില്ല, അതിന് അർഹരല്ലാത്ത ആളുകൾ എന്നില്ല, അല്ലെങ്കിൽ അത് നിങ്ങൾ ഒരു രീതിയിലും ലിമിറ്റ് ചെയ്യാൻ നിങ്ങൾ അലോ ചെയ്യുന്നില്ല. നിങ്ങൾ അലോ ചെയ്യരുത് എന്നല്ല പറയുന്നത്, നിങ്ങളത് ചെയ്യുന്നില്ല. നിങ്ങൾ ആ ഒരു ഫ്രീഡം, നിങ്ങൾക്ക് പുതിയ കാര്യത്തിലേക്ക് വരാനുള്ള ഫ്രീഡം ഡെഫിനറ്റ്ലി നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ഈവൻ ലൈക്ക് ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ക്വാളിറ്റി ഉണ്ട്, അല്ലെ? നിങ്ങളൊരു റൈറ്റ് പ്ലേസിലേക്ക് വരുന്ന സമയത്ത്, റൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് ഒന്ന് രണ്ട് ആളുകളുടെ അടുത്തുനിന്ന് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊരു രീതിയിൽ ഫെയ്ഡ് ആക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഈ ഒരു തിരിച്ചറിവാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ വേർത്ത് അല്ല എന്ന് തോന്നുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ വന്ന് നിൽക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ലൈഫിന്റെ പിറകോട്ട് നോക്കി നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുക.
അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലായിക്കോട്ടെ, ജോബ് ആയിക്കോട്ടെ, എക്സാം ആയിക്കോട്ടെ, നിങ്ങളെ കൊണ്ട് പറ്റില്ല. എത്ര പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രമിച്ചോളൂ. ഒരു 100 പ്രാവശ്യം ശ്രമിക്കാനുള്ള അവസരം നിങ്ങൾ കൊടുക്കാം. ലൈഫ് എന്ന് പറയുന്നത് ഗിവ് അപ്പ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങളെപ്പോലെ ഇങ്ങനെ പോരാടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി ഗിവ് അപ്പ് ചെയ്യുന്ന ആളുകളല്ല. ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് വിചാരിച്ച് നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ സപ്രസ് ചെയ്യുന്ന ആളുകളല്ല. നിങ്ങൾ കേൾക്കേണ്ട മെസ്സേജും അതാണ്. അലോ യുവർ സെൽഫ് റൈറ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് വരാൻ, റൈറ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് വരാൻ നിങ്ങൾ അലോ ചെയ്യുക. നിങ്ങൾ അങ്ങനെ അലോ ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി, മേ ബി നിങ്ങൾക്ക് നിങ്ങളെ നല്ല രീതിയിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ചില പ്ലേസിൽ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി ആയിരിക്കാം, ചില പ്ലേസിൽ ചില ആളുകളുടെ ലൈഫിൽ ചില റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ ഇമ്മച്യൂർഡ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കാം, റൈറ്റ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടെ ചേഞ്ച് ഉണ്ടാക്കാമായിരുന്ന പ്ലേസിൽ നിങ്ങൾക്ക് അതിന് സാധിച്ചിട്ടുണ്ടാവില്ല. സോ ചില കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ജോബോ നിങ്ങളുടെ ലൈഫിന്റെ വേറെ ഏരിയാസ് ആയിക്കോട്ടെ, കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കണം. അതിനർത്ഥം നിങ്ങൾ അങ്ങനെ തന്നെയാണെന്നുള്ളതല്ല, അല്ലെ? സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ചില ആളുകൾ. ഓക്കെ, അങ്ങനത്തെ ഒരു മാറ്റത്തിൽ നിന്നാണ് ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾ റിജക്റ്റ് ആക്കിയിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നോ രണ്ടോ പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു റിജക്ഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്താ ആക്ച്വലി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒന്നോ രണ്ടോ പ്ലേസിൽ നിന്ന് റിജക്റ്റ് ആയിട്ടുണ്ടായിരിക്കണം. റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കരിയർ, ഫൈനാൻഷ്യലി നിങ്ങൾക്ക് റിജക്ഷൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, റൈറ്റ്? സോ അങ്ങനത്തെ ഒരു പ്ലേസിൽ നിങ്ങൾ വീണ്ടും അത് ഗിവ് അപ്പ് ചെയ്യാണ്ട് നിങ്ങൾ വേറെ കാര്യത്തിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾ അലോ ചെയ്യുന്നുണ്ട്, ആൻഡ് നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷൻ നിങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ നല്ല രീതിയിൽ ചില കാര്യങ്ങൾ നേച്ചർ ചെയ്യുന്ന സമയത്ത്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, നല്ല രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവിക്കുന്ന സമയത്ത്, നിങ്ങൾക്കും അത് വളരെ അതിശയകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ടൈമിൽ നിങ്ങൾ റിജക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ? അത് എന്തും ആയിക്കോട്ടെ, ആളുകളോ സിറ്റുവേഷനോ എന്തും ആയിക്കോട്ടെ, അവർക്ക് പോലും ഇൻസ്പയർ ആവുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് ആ ഒരു സന്തോഷം ഉണ്ടാവുന്നുണ്ട്, ആ ഒരു ജലസ് ഉണ്ടാവുക എന്നുള്ളതല്ല, നിങ്ങൾ നന്നായി പോവാണോ എന്നുള്ളൊരു വിഷമല്ല, നിങ്ങൾ ഇത്ര ക്വാളിറ്റി കാണിക്കുന്ന അല്ലെങ്കിൽ ഇത്ര ഒരു ക്വാളിറ്റി ഉള്ള ഒരാളാണെന്നുള്ളത് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ. ആൻഡ് അഗെയിൻ, അത് നിങ്ങൾ ഇന്റൻഷനലി പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമല്ല, നിങ്ങളുടെ ആക്ഷനിലൂടെ കാണിക്കുകയാണ്. ആരും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമല്ല. എന്താണോ നിങ്ങൾക്ക് വർക്ക് ആവാതെ പോയിട്ടുള്ളത്, അത് നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ വാങ്ങിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലൈഫ് സ്റ്റൈല്, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു റിയലൈസേഷൻ അബൌട്ട് യുവർ സെൽഫ്, സ്പിരിച്വൽ ചേഞ്ച് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഒരു ടൈമിൽ നിങ്ങൾ പല മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ആളുകൾക്ക് അതിശയകരമാവുന്ന രീതിയിലാണ് നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അത് നിങ്ങളുടെ അഡിക്ഷനിലായിരിക്കാം, ഹാബിറ്റ്സിലായിരിക്കാം, മിസ്റ്റേക്സ് ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം നിങ്ങൾ, റൈറ്റ്? അത് ഈവൻ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും ആയിരിക്കാം. നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഒരു ഓത്തന്റിക് നേച്ചർ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ കുറച്ച് എത്തിക്സ് അതായത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള എത്തിക്സിലേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാനും കണക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ അങ്ങനത്തെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് ആണ്. ഇനി വർക്ക് ചെയ്യാൻ, ഇനി അലോ ചെയ്യാൻ, നിങ്ങളെ വീണ് കിടക്കാൻ നിൽക്കരുത്. ഓക്കെ, അത് റിലേഷൻഷിപ്പിലോ എന്തും ആയിക്കോട്ടെ, ഒരു ബാഡ് എക്സ്പീരിയൻസ് ടൈം കൊടുക്കുക. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹീൽ ചെയ്യാനുള്ള ഒരു വിഷമം ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു മുറിവുണ്ടായി, അതൊന്നും ഓക്കെ ആയിട്ട് വരാനുള്ള ഒരു ടൈം കൊടുക്കുക. എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഇനി എനിക്ക് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല, എനിക്ക് ഇനി അങ്ങനത്തെ ആളുണ്ടാവില്ല, അല്ലെങ്കിൽ അതല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട, അല്ലെങ്കിൽ അതോടുകൂടി തീർന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ ഐഡിയാസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ അടുത്ത് നടത്താതിരിക്കാം. ഓക്കെ, നിങ്ങൾ അറിയപ്പെടുന്നത് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം കൊണ്ട് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ അറിയപ്പെടുന്നത് ചില കാര്യങ്ങൾ നിങ്ങളെ എങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളത്, അത് നിങ്ങളെ പറ്റിയിട്ടും ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സോ ശരീരമോ ആയിരിക്കാം, നിങ്ങളുടെ ഹെൽത്ത് ആയിരിക്കാം. നിങ്ങൾ അറിയപ്പെടുന്നത് നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്ന സമയത്തായിരിക്കാം. നിങ്ങൾ അറിയപ്പെടുന്നത് നിങ്ങളുടെ ശരീരം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്തായിരിക്കാം. നിങ്ങൾ അറിയപ്പെടുന്നത് നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന സമയത്തായിരിക്കാം.
ചില ആളുകൾ അവരുടെ ഒരു റിലേഷൻഷിപ്പിൽ വലിയൊരു സ്ട്രഗിൾ നിന്നായിരിക്കാം പല കാര്യങ്ങളും അവരുടെ ഒരു പർപ്പസിലേക്ക് അവർ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അവരുടെ വലിയൊരു നഷ്ടത്തിൽ നിന്നായിരിക്കാം അവർ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ചില ആളുകളില്ലേ, ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറയുന്ന ആളുകൾ, എത്ര ആളുകൾ വന്നിട്ടുണ്ട് അല്ലേ. സോ ദാറ്റ് ഈസ് റിയലി ഇൻസ്പയറിംഗ്, റൈറ്റ്? സോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സമയത്ത് ഇംപോസിബിൾ എന്ന് തോന്നുന്നത്? നിങ്ങൾ എന്താണ് ഗിവ് അപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്? സ്റ്റാർട്ട് ചെയ്യുക വീണ്ടും. ഓക്കെ, സമയം കൊടുക്കുക, വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാനായിട്ടില്ല. ഓക്കെ, ഈവൻ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാം, ചില കാര്യങ്ങൾ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാന്ന് വിചാരിച്ചാലും അവസരങ്ങൾ നിങ്ങളെ തേടി വരും. ആ ഒരു സമയത്ത് നിങ്ങൾക്കത് ഇഗ്നോർ ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വളരെ ഡീപ്പ് ആയിട്ടുള്ള ഡിസയർ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് മെന്റ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, ഈ ഒരു ചലഞ്ച് ഓവർകം ചെയ്യാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആവാണ്. അതായത് നിങ്ങൾ ഒരു കാര്യം ഒരു വഴിയിലൂടെ ഒരു 10-15 പ്രാവശ്യം നോക്കിയിട്ടുണ്ടായിരിക്കണം. ഇനി നിങ്ങൾ അതേ കാര്യം തന്നെ നോക്കും, പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള വഴിയിലൂടെ നിങ്ങൾ നോക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് വേണം, നിങ്ങൾക്ക് നല്ല ലൈഫ് വേണം. മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് അത് വർക്ക് ആയിട്ടുണ്ടാവില്ല, ബട്ട് നിങ്ങളത് പുതിയ ആളുകൾക്ക് അതിനുള്ളൊരു അവസരം കൊടുക്കുന്നുണ്ട്. നിങ്ങളെ അതുപോലെ കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന, നിങ്ങളെ പല രീതിയിൽ അംഗീകരിക്കാൻ പറ്റുന്ന ആളിന് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്. പുതിയ ഡയറക്ഷൻ നിങ്ങൾ കണക്ട് ചെയ്യാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ എവിടെയും കളയുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ക്രേവ്, സെർവ് ചെയ്യാനുള്ള ക്രേവ്, അതായത് കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ. ഓക്കെ, അനുഭവിക്കാൻ, എക്സ്പീരിയൻസ് ചെയ്യാനും കൊടുക്കാനും. ഇറ്റ്സ് ലൈക്ക് ഗിവ് ആൻഡ് ടേക്ക് പോലെ. ഓക്കെ, സോ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നിന്ന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഡിസേർവ് ചെയ്യുന്ന ആളുകളോ സിറ്റുവേഷനോ അവിടെ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്ന പ്ലേസ്, നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ പോകുന്ന വലിയൊരു മേജർ ചലഞ്ച് ഒക്കെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ ഒരു മിഡ് ഏജ് അല്ലെങ്കിൽ കുറച്ചൊരു ലേറ്റ് ഏജിലുള്ള ആളുകളായിരിക്കാം. സോ അവിടെ നിങ്ങൾക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ചില ആളുകൾ കുറച്ചൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അത് കുറച്ചുകൂടി ഒരു ഫിസിക്കൽ ടാസ്കിൽ നിങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട്. അതായത് നിങ്ങളുടെ ശരീരം കൊണ്ട് ചെയ്യേണ്ട എന്തോ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ കുറച്ചൊക്കെ ഒരു ഏജ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലേറ്റ് ഏജിലോ മിഡ് ഏജിലോ ഒക്കെ ആയിരിക്കാം നിങ്ങൾ കൂടുതൽ ചലഞ്ചിങ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്. അത് തന്നെയാണ് നിങ്ങൾ ഒരുപാട് അറിയപ്പെടുത്താനും പോകുന്നത്. ഓക്കെ, സോ ഇത് ഞാൻ പറയുന്ന സമയത്ത് എനിക്ക് റീസെന്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം റീലാണ് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഒരു 84 ഇയേഴ്സ് ഓൾഡ് ലേഡി, അവര് ബഞ്ചി ജമ്പിങ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. വളരെ 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 എൻജോയ് ചെയ്ത, ഒരു പേടി എന്ന് പറയുന്ന കാര്യം അവരുടെ അടുത്തു കൂടെ പോലും പോവാത്ത പോലെയാണ് അവര് അത്രയും ഹൈറ്റിൽ പോയി നിന്ന് ചാടുന്നത്. എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവൻ ഞാനും ബഞ്ചി ജമ്പിങ് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കറിയാം അത് എത്രമാത്രം സ്കേറി ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത്. അത്ര ധൈര്യം വേണം നമ്മൾ ആ ഒരു അത്ര ഹൈറ്റിൽ പോയി താഴോട്ടൊക്കെ നോക്കുന്ന സമയത്ത്. സോ അവർ ആ ഒരു ഏജിൽ അത്ര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം വളരെ സന്തോഷമായിട്ട് ചെയ്യുന്ന സമയത്ത് അത് ഒരുപാട് ഒരു അറിയപ്പെടുന്ന ഒരു ലെവലിലേക്ക് അത് വന്നു അല്ലെ. സോ ചില ആളുകൾ ഇപ്പൊ നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ടതും അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ വലിയ ഹൈറ്റിൽ പോയി ചാടുക എന്നുള്ളതല്ല, ഈവൻ അതുമായിരിക്കാം. നിങ്ങൾ കുറച്ചുകൂടി ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് കുറച്ചുകൂടി ഒരു ഫിസിക്കൽ ടാസ്കിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങൾ കാണുന്ന ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് അത് പറയൂലേ, കണ്ടില്ലേ അവരിങ്ങനെ ചെയ്തത്, കണ്ടില്ലേ നിങ്ങളത് ചെയ്യുന്നത് കാണുന്ന സമയത്ത് മറ്റുള്ള ആളുകൾക്കും ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയാണ്. ഓക്കെ, അത് നിങ്ങൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, ഒരു സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്ന കാര്യമായിരിക്കാം. ഫിസിക്കൽ ടാസ്ക് ഇൻവോൾവ് ആവുന്ന കാര്യമാണ് ചില ആളുകൾക്ക്. അത് ഫിസിക്കൽ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങളും ആയിരിക്കാം. അത് നിങ്ങളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, പക്ഷെ അത് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ശരീരത്തിനും കൊണ്ടുവരുന്നുണ്ടായിരിക്കണം. ചില ആളുകൾ ഡെഫിനറ്റ്ലി കുറച്ചുകൂടി ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ട്രെക്ക് ചെയ്യുന്നതായിരിക്കാം, ഓർ
ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്ലേസിലേക്കൊക്കെ നിങ്ങൾ പോകുന്നതായിരിക്കാം. ഓക്കെ, ഇങ്ങനെ ഹൈറ്റ് ഉള്ള കാര്യങ്ങൾ, കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള, അതായത് മെന്റലി ഫിസിക്കലി കുറച്ച് ചലഞ്ച് ചെയ്യുന്ന ചില കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി തിരിക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ വളരെ ധൈര്യത്തോട് കൂടിയിട്ട് ചില കാര്യങ്ങളിലേക്ക് ചൂസ് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങളിലേക്ക് ആക്ഷൻ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ അറിയപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ചില ആളുകൾ നിങ്ങൾ കൂടുതൽ സൈക്കിക് ആവുന്നുണ്ട്. പ്രോബബ്ലി അത് തന്നെയായിരിക്കാം നിങ്ങളെ കുറച്ചുകൂടെ അറിയപ്പെടുത്താനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ടൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി. അത് നിങ്ങളുടെ ലൈഫിൽ തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വെച്ച് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ടായിരിക്കണം, അത് ശരിയായിട്ട് വരുന്നുണ്ടായിരിക്കണം, അത് പ്രോബബ്ലി ആളുകൾ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ എന്തൊരു കാര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തുകയും അവരെ അവർക്ക് നിങ്ങളെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാനും അവരെ നിങ്ങൾക്ക് ഇതുപോലെ ഹെൽപ്പ് ചെയ്യാനും സാധിക്കുന്നതും ആയിരിക്കാം. ഓക്കെ, റിലേറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് അഗെയിൻ നിങ്ങൾ അറിയപ്പെടാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനത്തെ ചില മാറ്റങ്ങളിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടീം, നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന ആളുകളുണ്ട്. ഓക്കെ, അവര് പ്രോബബ്ലി അറിയപ്പെടുന്ന വ്യക്തികളായിരിക്കാം അവരവരുടെ മേഖലയിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, അവരുടെ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കാം, സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, വളരെ അറിയപ്പെടുന്ന അവരുടെ മേഖലയിൽ വളരെ നല്ല രീതിയിൽ അറിയപ്പെടുന്ന ആളുകളുമായിട്ടുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതും നിങ്ങളെ ഇങ്ങനെ അറിയപ്പെടുത്തുന്നതിന്, അതും നിങ്ങളൊരു പ്രശസ്തിയിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് അഗെയിൻ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മെറ്റീരിയൽ ചേഞ്ചസ്, അതായത് നിങ്ങൾ വാങ്ങിക്കുന്ന വാഹനമായിക്കോട്ടെ, വസ്ത്രങ്ങളായിക്കോട്ടെ, വീടായിക്കോട്ടെ, പ്രോപ്പർട്ടി ആയിക്കോട്ടെ, നിങ്ങൾ അതെങ്ങനെ അച്ചീവ് ചെയ്തു, എങ്ങനെ നിങ്ങളത് നേടിയെടുത്തു എന്നുള്ളതും നിങ്ങളെ വളരെ നല്ല രീതിയിൽ അറിയപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് ഭാവിയിൽ നിങ്ങളുടെ ക്ഷമ, നിങ്ങളുടെ കൺസിസ്റ്റൻസി, നിങ്ങളുടെ ഡിസിപ്ലിൻ വളരെ അറിയപ്പെടാൻ പോകേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ഇതൊന്നും ഇല്ലാത്ത ആളുകളായിരിക്കാം നിങ്ങൾ. ഓക്കെ, വളരെ ഡിസിപ്ലിൻ ആയിട്ട് പോവാത്ത വ്യക്തികളായിരിക്കാം നിങ്ങൾ, ക്ഷമ എന്താണെന്ന് അറിയാത്ത ആളുകളായിരിക്കാം, റൈറ്റ്? കൺസിസ്റ്റന്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ അറിയാത്ത ആളുകളായിരിക്കാം. സോ ഇതൊന്നും ഇല്ലാത്ത ആളുകള്, അല്ലെങ്കിൽ അങ്ങനെ ലോകം എഴുതി തള്ളിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കണം, അങ്ങനെ വീട്ടുകാരെ എഴുതി തള്ളിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കണം. അല്ലെ, ഒട്ടും ഡിസിപ്ലിൻ അല്ല, പറഞ്ഞാൽ കേൾക്കില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല, മടിയാണ്, ക്ഷമയില്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാറ്റം കണ്ട് കൂടുള്ള ആളുകൾക്കും അതിശയകരമാവുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് അച്ചീവ് ചെയ്യാൻ പോകുന്ന പല പല കാര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, ട്രൂസ്. സോ നിങ്ങൾക്ക് ആരുടെ കൂടെ വരണം, നിങ്ങൾക്ക് എങ്ങനത്തെ ആളുകള്, നിങ്ങൾക്ക് എങ്ങനത്തെ പ്ലേസ്, നിങ്ങൾക്ക് എങ്ങനത്തെ ജോബ്, ഇതൊക്കെ നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു ജേർണിയിൽ വരുന്ന സമയത്ത്. ഇത് വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾ ഡിസ്കവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഇങ്ങനെ അഴിഞ്ഞു വീഴാൻ തുടങ്ങും. നിങ്ങളെ പറ്റിയിട്ടുള്ള ചില സത്യാവസ്ഥകൾ നിങ്ങൾ നേർക്കുനേര് കാണേണ്ട അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ചില മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങളുടെ അഡിക്ഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അതായത് ലൈക്ക് നിങ്ങൾക്ക് ശരിക്കും ഒരു മിറർ പോലെ നിങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് മേ ബി ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തരുന്നതായിരിക്കാം. ചില ആളുകളുടെ ബിഹേവിയർ എക്സാക്ട്ലി നിങ്ങൾ കാണിക്കുന്ന ഒരു ബിഹേവിയർ ആയിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾ എങ്ങനെ നിങ്ങളടുത്ത് പെരുമാറുന്നു എന്നുള്ളത് കാണുന്ന സമയത്തായിരിക്കാം ഞാൻ എങ്ങനെയാണല്ലോ ആളുകളുടെ അടുത്ത് പെരുമാറുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. സോ പ്രോബബ്ലി ലൈക്ക് ഈ ഒരു ചേഞ്ചിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഗ്രേറ്റ് ഐസൊലേഷൻ തന്നെയാണ്, ഒരു സോളിറ്റ്യൂഡ് മോഡാണ്. ഓക്കെ, സോ ബിക്കോസ് നിങ്ങളുടെ സർക്കിളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട് സോണിൽ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഫിൽറ്റർ പ്രോസസ്സ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ഈ ഒരു ടൈം നിങ്ങൾ കൂടുതൽ ക്ലെൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു ടൈം നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, ഹൂ ആർ യു എന്നുള്ളത്, അല്ലെ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ഇങ്ങനെ വില കുറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കാം ഇത് പ്രോബബ്ലി. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലേസിന് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കി വരുന്ന ഒരു ടൈമും ആയിരിക്കാം, നിങ്ങളുടെ വർത്ത് എന്താന്നുള്ളത്.
ഓക്കെ. സോ ചില കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ആ ഒരു സോളിറ്റ്യൂഡ് മോഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഇനി വരുന്ന കുറച്ച് സമയം എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ആക്ച്വൽ മെയിനായിട്ട് ഇൻവോൾവ് ആവുന്ന ആളുകൾ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അവിടെ കുറേ ആളുകളൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ആക്ഷനുമാണ് ഒരു ടീം വർക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ചില പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ മേലൊക്കെ നിങ്ങൾ പരീക്ഷിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് പ്രശസ്തിയിൽ കൊണ്ടുവരുന്നുണ്ട്, അറിയപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ആൻഡ് അഗെയിൻ ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊരു സയന്റിസ്റ്റ് പോലെയാണ്. ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കുന്ന ആളാണ്. അത് മേ ബി ലൈക്ക് അത് ആദ്യമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വരുന്ന സമയത്തായിരിക്കാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ മേലെയോ നിങ്ങളുടെ ജോബിന്റെ മേലെയോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ നിങ്ങൾ ചില പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഓക്കെ, അതൊന്നും വർക്ക് ചെയ്യാത്തൊരു പ്ലേസിൽ നിന്നാണ് നിങ്ങൾ അങ്ങനത്തെ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരീക്ഷണങ്ങൾ നിങ്ങൾ ശ്രമിച്ചു നോക്കുന്നത്. അങ്ങനത്തെ ഒരു ഇപ്പൊ നിങ്ങൾ പോയിട്ടുള്ള അവസ്ഥയിൽ കൂടെ പോകുന്ന ആളുകൾ കംപ്ലീറ്റ്ലി ഡൗൺ ആയിട്ട് പോകാനുള്ള സാധ്യത ഉണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഗിവ് അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ വീണ്ടും ചില കാര്യങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് റീബിൽഡ് ചെയ്യാണ്. ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം, വീടോ വസ്തുക്കളോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കണം, അല്ലെ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ലോസസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ഹെൽത്ത് മേ ബി ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കണം. ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കണം, അല്ലെ മേ ബി നിങ്ങൾ വളരെ റീസെന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ച് നിങ്ങളുടെ ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മേ ബി എന്തെങ്കിലും വീഴ്ചകളോ അല്ലെങ്കിൽ ആക്സിഡന്റ് അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ അത് സംഭവിക്കുന്നുള്ളതല്ല. അങ്ങനെ എന്തെങ്കിലും റീസെന്റ് ആയിട്ട് പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വീണ്ടും നിങ്ങളുടെ മേലെ നിങ്ങളെ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കൈൻഡ് ഓഫ് ഇൻസ്പിറേഷൻ ആണ് ആ ഒരു കാര്യം. നിങ്ങൾ അങ്ങനെ എടുക്കേണ്ട ഒരു കാര്യമാണത്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുമോ എന്ന് നിങ്ങൾ തന്നെ സംശയിച്ചിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെയാണ് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അറിയപ്പെടുന്നത് നിങ്ങളുടെ സൗഹൃദങ്ങൾ, നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ. ബിക്കോസ് നിങ്ങളും ആ ഒരു ലെവലിലേക്ക് അപ്ഗ്രേഡ് ആവുന്നുണ്ട്, നിങ്ങളുടെ മെന്റാലിറ്റിയും ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ കണക്ട് ആവുന്നുണ്ട്. നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ കുറച്ചൊരു ശ്രദ്ധ കൊടുക്കേണ്ടതും അതാണ്. ഈ സമയത്ത് നിങ്ങളെ അങ്ങനെ ഇൻസ്പയർ ചെയ്യുന്നതും അല്ലെങ്കിൽ അങ്ങനെ സെൽഫായിട്ട് വർക്ക് ചെയ്യുന്ന സൗഹൃദങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണ്ടത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സറൗണ്ടിങ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഈ ഒരു സോളിറ്റ്യൂഡ് പ്ലേസിൽ വരിക എന്നുള്ളതാണ്, ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് ആണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ആളുകളുമായിട്ടുള്ള സൗഹൃദം, അവരൊക്കെ ആയിട്ട് എനിക്ക് സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ, അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആവോ, അല്ലെങ്കിൽ അവരൊക്കെ എൻ്റെ പാർട്ട്നേഴ്സ് ആവോ, അവരൊക്കെ എൻ്റെ സർക്കിളിൽ വരുമോ, അങ്ങനത്തെ ഡൗട്ടൊക്കെ മാറ്റിവെച്ച് ആരാണ് ഞാൻ ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ആരാണോ നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ നല്ല സൗഹൃദങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാത്ത് കണക്ട് ആവുന്ന ആളുകളായിരിക്കാം. ഓക്കെ, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളിൽ സക്സസ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം, നിങ്ങൾ നേടാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുത്തിട്ടുള്ള ആളുകളായിരിക്കാം. അങ്ങനത്തെ ആളുകളിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക. ഈവൻ നിങ്ങൾക്ക് ആ ഒരു സൗഹൃദം ഈ ഒരു സമയത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ഫീൽ ചെയ്യുക. ബിക്കോസ് ഇത് ഞാൻ നിങ്ങളുടെ പറയുന്നത് നിങ്ങളുടെ ആ ഒരു സൗഹൃദങ്ങൾക്ക് ഇതുപോലത്തെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അങ്ങനെ സൗഹൃദങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അറിയപ്പെടുന്നതും അതാണ്, മറ്റുള്ള ആളുകൾ കൊണ്ട് നിങ്ങൾ അറിയപ്പെടുന്നുള്ളതല്ല. നിങ്ങൾ അങ്ങനത്തെ ലെവലിലേക്ക് നിങ്ങൾ അപ്ലിഫ്റ്റ് ആവുന്നുണ്ട് ഗൈസ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ ആദ്യമായിട്ടായിരിക്കാം ചില ആളുകൾ ചില കാര്യങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവുക. ഓക്കെ, മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവുക, ചില ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിക്കുന്നതായിരിക്കാം ചില ആളുകൾക്ക്, ഓർ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കാം, വാഹനമോ വീടോ വസ്തുക്കളോ എന്തും ആയിക്കൊള്ളാം. അവിടെ നിങ്ങൾ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കുക എന്നല്ല പറയുന്നത്, ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ, സ്വന്തമായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഫൈനാൻഷ്യൽ ഫ്രീഡം വേണം, അല്ലെ? സോ അത് ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ചില മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങുന്നത്. സോ നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത് അങ്ങനെയായിരിക്കാം. ഓക്കെ, മറ്റുള്ള ആളുകൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നതും അതുകൊണ്ടായിരിക്കാം.
ആ ഫാമിലിയിലുള്ള ആളാണ്, ആ ഫാമിലിയിലുള്ള കുട്ടിയാണ്, അവര് ഇങ്ങനത്തെ ഒരു പ്ലേസിൽ നിന്ന് ഇങ്ങനെ വന്നു, നല്ല മാറ്റം ഉണ്ടായി, അങ്ങനെ വേണം, അങ്ങനെ കണ്ടുപഠിക്കണം എന്നൊക്കെ ആളുകൾ പറയുന്ന ഒരു പ്ലേസിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നല്ല സൗഹൃദങ്ങളിലേക്കാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യേണ്ടത്. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒന്നും വർക്ക് ആയില്ല, റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഏറ്റവും ബാഡ് ആയിട്ടുള്ള അനുഭവങ്ങൾ തന്നിട്ട് ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് സ്നേഹിക്കാനുള്ള ക്വാളിറ്റി ഇല്ല എന്നുള്ളതല്ല, നിങ്ങളുടെ സ്നേഹം ഇല്ലാണ്ടാക്കി എന്നുള്ളതല്ല. നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ കഴിവും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ചില റിലേഷൻഷിപ്പൊക്കെ അത്ര മനോഹരമായിട്ട് നിങ്ങൾക്ക് തോന്നാൻ കാരണം നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷനും കൂടിയാണ്. നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങളുടെ സ്നേഹം, റൈറ്റ്? അതൊന്നും ആർക്കും എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് നിന്ന് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത് നശിപ്പിച്ച് കളയേണ്ട കാര്യമില്ല, ഒതുക്കി വെക്കേണ്ട കാര്യമില്ല. എലോ ചെയ്യാം. ഇത് ചില ആളുകൾക്കുള്ള മെസ്സേജ് ആണ് ഗൈസ്. എലോ എന്ന് കരുതി ഓടിച്ചെന്നിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബ്രേക്കപ്പിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഓടിപ്പോയിട്ട് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകണം എന്നുള്ളതല്ല. ടൈം കൊടുക്കുക, ഹീൽ ചെയ്യാൻ, എലോ ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് വെൽക്കം ചെയ്യാം, ഓപ്പൺ ആവുക. നിങ്ങളെ ഒന്നും പോയി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നല്ലത് വരികയാണെന്നുണ്ടെങ്കിൽ അത് വെൽക്കം ചെയ്യാനുള്ള ഒരു മൈൻഡെങ്കിലും നിങ്ങൾ പ്രിപ്പയർഡ് ആക്കി വെക്കുക. ഓക്കെ, ബിക്കോസ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, കണക്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ പ്രശസ്തിയിൽ എത്തിക്കുന്നുണ്ട്. ജസ്റ്റ് ഇമാജിൻ ഗൈസ്, നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു പാർട്ട്ണർ, അവരായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്, അവരായിട്ടുള്ളൊരു റൊമാൻറ്റിക് ലൈഫ്, അവരായിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അവരായിട്ട് നിങ്ങൾ മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾ പരസ്പരം പങ്കിട്ട് വാങ്ങിക്കുന്ന കാര്യങ്ങൾ, നേടിയെടുക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ആ ഒരു ലൈഫ്, നിങ്ങൾ ആ ഒരു രണ്ടുപേരും ചേർന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അത് ഒന്നും ലൈക്ക് ഇങ്ങനെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് അറിയപ്പെടുന്നുണ്ട്, നിങ്ങൾ പോലും അറിയാണ്ട്. ഓക്കെ, ചില ആളുകൾക്ക് അത് ലോകം മുഴുവൻ അറിയപ്പെടുന്നുണ്ട്. ഐ ഡോണ്ട് നോ വൈ ഐ സേ ദാറ്റ്. മേ ബി നിങ്ങൾക്ക് ഇൻഫ്ലുവൻസേഴ്സ് ആവാൻ സാധിക്കുന്നതായിരിക്കാം വിത്ത് യുവർ പാർട്ട്ണർ. സോ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്താണെന്നുള്ളതല്ല, ഈ സമയം നിങ്ങളെ എന്ത് നഷ്ടപ്പെടുത്തി എന്നുള്ളതല്ല, ഈ സമയം നിങ്ങൾക്ക് എന്ത് വീഴ്ച ഉണ്ടായി എന്നുള്ളതല്ല. നിങ്ങൾക്കുള്ള ആ ഒരു ക്വാളിറ്റിയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഒരു കാര്യത്തിന് അത് നശിപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടോട്ടെ, നിങ്ങൾക്ക് ഒരു സ്ട്രോങ് വിൽ പവർ ഉണ്ട്, മൈൻഡ് പവർ ഉണ്ട്. ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഞാൻ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വരാൻ പോവാണ്. 100 പ്രാവശ്യം നിങ്ങൾ ശ്രമിച്ചു, ഫെയിൽ ആയിക്കോട്ടെ, വീണ്ടും നിങ്ങൾക്ക് അത്രയും ഇഷ്ടം ആ ഒരു കാര്യത്തിനോടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യാം. ഓക്കെ, അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നേടുന്ന സമയത്ത്, അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾക്കത് വേർത്ത് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം, ക്വാളിറ്റി ഉള്ള കാര്യമായിരിക്കണം. സോ അത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു പ്രോസസ്സിൽ, നിങ്ങളുടെ ആ ഒരു പ്രോസസ്സിൽ മറ്റുള്ള ആളുകൾക്ക് ഒരു തടസ്സം ഉണ്ടാക്കാതിരിക്കുക, ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക, ആ ഒരൊറ്റ കാര്യം മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾ അലോ ചെയ്യാം. ആരും ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടോ ആരും ബോധിപ്പിക്കാൻ ഒന്നും വേണ്ടിയിട്ടല്ല. ബട്ട് ഗൈസ്, നിങ്ങൾ അങ്ങനെ അതിൽ ഇൻവോൾവ് ആയിട്ട് വരുന്ന സമയത്ത് എല്ലാവരും ആ ഒരു കാര്യം അറിയും, എല്ലാവരും അറിയണം. അത് ഈവൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും അറിയണം. കണ്ടോ, അവരിങ്ങനെ ജീവിക്കുന്നു, അവരുടെ ലൈഫിൽ അത് ഇങ്ങനത്തെ കാര്യങ്ങൾ നേടിയെടുത്തു, അവർ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്തു, അവർ ഒരുപാട് ഇൻസ്പയർ ആവുന്നു, അല്ലെങ്കിൽ അവരാണ് എൻ്റെ ഒരു റോൾ മോഡൽ, അവരാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ പറയേണ്ട ആളുകളാണ്. അത് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്നുള്ളതല്ല. ഓക്കെ, ഇതല്ലാണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഏരിയാസിൽ വരുന്ന സമയത്ത്, നിങ്ങളുടേതായിട്ടുള്ള ഒരു ലൈഫിൽ നിങ്ങൾ ചെയ്യുന്നതോ കണക്ട് ചെയ്യാൻ പോകുന്നതോ, നിങ്ങളുടെ ആ ഒരു മാറ്റങ്ങളോ ഇങ്ങനെ ഇൻസ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടുകാർക്കായിരിക്കാം, നിങ്ങളുടെ ഫാമിലിയിലായിരിക്കാം, നിങ്ങളുടെ അടുത്തുള്ള ആളുകൾക്കായിരിക്കാം, ഒരുപാട് ആളുകൾക്കായിരിക്കാം, സോഷ്യൽ മീഡിയ ആയിരിക്കാം. അത് ജെന്യുവൻലി നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.